നമസ്കാരം. സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണം എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതോടെ അതിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതു നേതാക്കളുമൊക്കെ ഉറഞ്ഞു തുള്ളുകയാണ്. സാമൂഹ്യ പെൻഷൻ എന്നത് ജനങ്ങളുടെ അവകാശമല്ല, മറിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാമനസ്കതയാണ്, ഇന്ത്യയിൽ മറ്റൊരു സർക്കാരും കാണിക്കാത്ത ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ് പാർട്ടി അടിമകൾ ന്യായീകരിക്കുന്നത്. സാമൂഹ്യ പെൻഷൻ കൊടുക്കണമെന്ന പേരിൽ പെട്രോളിനും ഡീസലിനും അധികമായി 2 രൂപ സെസ് പ്രഖ്യാപിച്ചത് ഈ പിണറായി സർക്കാർ തന്നെയാണ്. ഇതുവഴി ഖജനാവിൽ 900 കോടി രൂപ അധികമായി എത്തുമെന്ന് നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രി ബാലഗോപാൽ. നിലവിൽ ക്ഷേമ പെൻഷന്റെ സംസ്ഥാന വിഹിതം 1100 രൂപയാണ്. പെൻഷൻ കൊടുക്കുന്നത് 60 ലക്ഷം പേർക്കും. അപ്പോൾ ഒരു മാസം സംസ്ഥാന സർക്കാരിന് ഈ ഇനത്തിൽ ചെലവാകുന്ന തുക 660 കോടി രൂപയാണ്. ഇന്ധന സെസ് വഴി ഒരു മാസം കിട്ടുന്നത് 900 കോടി. അതായത് ഇന്നാട്ടിലെ 60 ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള തുകയിലും അധികം പണം കേരളത്തിലെ ജനങ്ങൾ തന്നെ സെസ്സായി സർക്കാരിന് നൽകുന്നുണ്ട് എന്നർത്ഥം. ധനകാര്യമന്ത്രി പറഞ്ഞ കണക്കുകൾ പ്രകാരം സെസ് വഴിയുള്ള അധിക നികുതി സമാഹരണം 900 കോടിയാണെങ്കിൽ ഒരാൾക്ക് 1500 രൂപ വീതം സാമൂഹ്യ പെൻഷന് വേണ്ടി സംസ്ഥാന വിഹിതം നൽകണം. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര വിഹിതമായി കിട്ടുന്നത് 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തുക കൂടി ചേർത്ത് പ്രതിമാസം 2000 രൂപയല്ലേ സാമൂഹ്യ പെൻഷൻ നൽകേണ്ടത്? ഇനി അഥവാ കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിലും ഇന്നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ മത ലിംഗ ഭേദമന്യേ മാസം 1500 രൂപ വീതം പെൻഷൻ നൽകാനുള്ള തുക സ്വന്തം കീശയിൽ നിന്നും എടുത്തു നൽകുന്നുണ്ട് സർക്കാരിന്. ആ കാശ് വാങ്ങി കീശയിലിട്ടിട്ട് 5 മാസമായി പെൻഷൻ കൊടുക്കാത്തത് ശുദ്ധ അസംബന്ധമല്ലേ? ഇങ്ങനെ പിരിവിട്ട് കൊടുത്ത കാശ് എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ അത് ഔദാര്യമാണ്, അവകാശമല്ല എന്നൊക്കെ പറയുന്നവനെയൊക്കെ നല്ല പച്ച മണൽ വെട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ അധികമായി ഇവിടെ നമ്മൾ മലയാളികൾ പെട്രോളിനും ഡീസലിനും അധിക തുക സെസ്സായി നൽകുന്നത് ഭരിക്കുന്നവർക്ക് തോന്നിയ പോലെ ചെലവാക്കാനോ വഴിമാറ്റാനോ അല്ല. കേരളം നൽകുന്നതിനേക്കാൾ അധികം തുക സാമൂഹ്യ പെൻഷനായി ഹരിയാനയിലും ഡൽഹിയിലും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആന്ധ്രയും തെലങ്കാനയും ഛത്തീസ്ഗഡും അരുണാചലും സിക്കിമും ഒക്കെ പെൻഷൻ കൊടുക്കുന്നത് ഇങ്ങനെ അധിക സെസ് പിരിച്ചു തന്നെയാണ്. 3 പൊതുമേഖലാ എണ്ണ കമ്പനികൾ 3 മാസം സർക്കാരിന് സെസ് ഇനത്തിൽ നൽകിയ തുക മാത്രം 245 കോടിയാണെന്നും മറക്കരുത്. ടാറ്റയും റിലയൻസും പോലെയുള്ള സ്വകാര്യ കമ്പനികൾ നൽകിയ കണക്ക് വേറെയുമുണ്ട്. അങ്ങനെ നോക്കിയാൽ സർക്കാർ പറഞ്ഞ 900 കോടിക്ക് മേലെ പോകും ഇതാ. പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പിരിവ് വാങ്ങിയിട്ട് അത് പെൻഷനായി കൊടുക്കുന്നുമില്ല. ഇതിനെതിരെ പരാമർശം നടത്തിയ കോടതിക്കെതിരെ അന്തം കമ്മികളുടെ വക പൂരപ്പാട്ടും. കേരളത്തിലല്ലാതെ വേറെ ഏത് നാട്ടിൽ നടക്കും ഈ കൊടും കൊള്ള? ഇതൊക്കെ കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ.